അറിയിച്ചതാണ്. ശ്രീമതി ഗ്ലോറി ജോർജ് കൽപ്പറ്റ ഡി പോൾ സ്കൂളിന്റെ പ്രിൻസിപ്പലായി ചാർജ് എടുക്കുന്നതിന് തൊട്ടു മുമ്പാണ് അന്ന് ആ സ്കൂളിന്റെ മാനേജരും ആ ഇടവകയിലെ വികാരിയുമായിരുന്ന ഈ ഫാദർ റോബിൻ, ഇപ്പോഴത്തെ കുറ്റവാളി പ്രതി, ഈ ഫാദർ റോബിൻ കുട്ടികളോടും അധ്യാപകരോടും അമര്യാദയായി പെരുമാറിയതിന് അയാളെ സസ്പെൻഡ് ചെയ്തത് ശരിയാണോ? ഞാൻ പ്രിൻസിപ്പളായി ചാർജ് എടുക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. എന്റെ വിവാഹം നടക്കുന്ന സമയത്താണ് 98, 99 കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. ആ കാലഘട്ടത്തില് ഇദ്ദേഹം കുറച്ചു കാലം അവിടുത്തെ സ്കൂളിന്റെ അസിസ്റ്റന്റ് മാനേജറായിട്ടാണ് വന്നത്. ആ സമയത്ത് ഇതുപോലെ ഒരു കുട്ടിക്കെതിരെയുള്ള ഒരു അതിക്രമത്തിനുള്ള ശ്രമം നടന്നിരുന്നു. പക്ഷെ ആ കുട്ടി വേഗം തന്നെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ആ സ്ഥാപനത്തിൽ നിന്നും സ്ഥലം മാറ്റിയിരുന്നു. അത് സത്യമാണ്. അപ്പോൾ പണി മുമ്പേ തുടങ്ങിയതാണ്. അന്ന് പുറത്താക്കേണ്ടവർ സംരക്ഷിച്ചതുകൊണ്ടായിരിക്കും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നത് ശ്രീമതി ഗ്ലോറി. തീർച്ചയായിട്ടും നടപടി അന്ന് ഈ പറഞ്ഞ പോലെ നമുക്ക് പോക്സോ നിയമം നിലവിലില്ല. പക്ഷെ അന്ന് നേതൃത്വം ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് പിന്നീട് വന്നത് മുഴുവനും വലിയ സ്ഥാനങ്ങളിലാണ്. അതായത് എൻഫാം, അതുപോലെ തന്നെ ദീപിക, മാനന്തവാടി രൂപതയുടെ കോർപ്പറേറ്റ് മാനേജർ, അങ്ങനെയുള്ള സ്ഥാനങ്ങളിലൊക്കെ കൊടുക്കുമ്പോൾ എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് കേട്ടുകഴിഞ്ഞ് മാത്രമേ. പക്ഷെ നടപടി എടുക്കേണ്ട സന്ദർഭത്തിൽ ഇനിയെങ്കിലും നമ്മുടെ സമൂഹം മനസ്സിലാക്കി. ഈ കൽപ്പറ്റ ഡി പോൾ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആയിട്ട് അത് തെറ്റായിരിക്കും, അവിടെ അധ്യാപികയായിട്ട് ശ്രീമതി ഗ്ലോറി ജോർജ് വരുമ്പോഴാണ് ആ സ്കൂളിന്റെ അസിസ്റ്റന്റ് മാനേജറായിരുന്ന ഇതേ റോബിൻ ഈ അപമര്യാദയായി കുട്ടിയോട് പെരുമാറിയതിന് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. പക്ഷെ അന്ന് നിയമത്തിന് മുന്നിൽ ഈ ലോഹയിട്ട കുറ്റവാളിയെ കൊണ്ടുവരുന്നതിന് പകരം സംരക്ഷിച്ചുന്നതമായ സ്ഥാനങ്ങൾ നൽകിയതാണ്. ഏറ്റവും ഒടുവിൽ സഭയെ മുഴുവൻ, മാന്യമായി പ്രവർത്തിക്കുന്ന സേവന സന്നദ്ധരായ പ്രാർത്ഥനാ ജീവിതമുള്ള സകല വൈദികരെയും അപമാനിക്കുന്ന തരത്തിലേക്ക് ഇയാളെ എത്തിച്ചത്. അങ്ങനെയെങ്കിൽ ഇയാൾക്ക് എന്തൊരു സ്വാധീനമായിരിക്കണം? ഇയാൾക്ക് ഇങ്ങനെയുള്ള ഉന്നത തലങ്ങളിൽ എത്താനുള്ള എന്തൊക്കെ മാർഗങ്ങൾ അറിയാമായിരിക്കണം? ഇയാളെ ഇതിനൊക്കെ നിയോഗിക്കുന്ന മേലധ്യക്ഷന്മാർ, രൂപത അധ്യക്ഷന്മാരുടെ മേൽ ഇയാൾക്ക് എന്തൊരു സ്വാധീനമായിരിക്കണം? അപ്പോൾ ഇയാൾ ചില്ലറക്കാരനല്ല, ഇയാളുടെ സ്വാധീനത്തിന് വഴങ്ങുന്നവരും ചില്ലറക്കാരല്ല. അപ്പോൾ പൊളിച്ചെഴുതേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെയാണ് ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്നവരും നിയമത്തിന് മുന്നിൽ വന്നാൽ ഈ സംരക്ഷണ കവചം ഇല്ലാതെയാകും. റോബിനെ പോലെയുള്ള നിരവധി ആളുകൾ പിടിക്കപ്പെടും, അവരെ സംരക്ഷിക്കുന്നവർ പിടിക്കപ്പെടും. അത് ഒരു വലിയ ശുദ്ധീകരണത്തിന് ഇടവരുത്തുകയും ചെയ്യും. വളരെ നന്ദി ശ്രീ വി കെ സനോജ്, ശ്രീമതി ഗ്ലോറി ജോർജ്, ശ്രീ ജോമൻ പുതൻപുരയ്ക്കൽ, അഡ്വക്കേറ്റ് നസീർ ചാലിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് ശ്രീമതി കെ തുളസിക്കും നന്ദി. ന്യൂസ് അവർ അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം